എല്ലാവർക്കും നമസ്കാരം. കെ സ്മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് സ്റ്റെയർ ഡീറ്റെയിൽസ് ആണ്. ഒരു സ്റ്റെയർ കെ സ്മാർട്ടിൽ എങ്ങനെ ലെയർ മെട്രിക്സിൽ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെപ്പ്, അതായത് കോട്ടേഴ്സിൻ്റെ ഒരു സ്റ്റെയർ റൂമാണത്. അതിൻ്റെ ഓൾറെഡി ഞാൻ ചെയ്തു വെച്ചതാണ്. അപ്പോൾ അത് മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളിങ്ങനെ വരുന്നത്. ഇങ്ങനെ വന്നിട്ട് അതിൽ കയറിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ കയറണം. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് ഞാൻ മാക്സിമം സൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെയർ മാട്രിക്സ് ജനറൽ ലൈവ് എടുത്ത് വെക്കാം. അപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഫസ്റ്റ് വേണ്ടത് ഐറ്റത്തിൽ ജനറൽ സ്റ്റെയർ 1, അതിൽ ജനറൽ സ്റ്റെയർ 1 സ്റ്റെപ്സിൽ പോയി കഴിഞ്ഞാൽ ഈച്ച് ലാൻഡിങ് ഓഫ് എ പർട്ടിക്കുലർ സ്റ്റെയർ ഷാൽ ബി ഡ്രോൺ ആസ് എ പോളിഗൺ ഇൻ ലെയർ. അപ്പോൾ പോളിഗണിൽ നമ്മൾ സ്റ്റെയറിൻ്റെ ചുറ്റും വരച്ച് എല്ലാം സെറ്റാക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ബ്ലോക്ക് 1 പോയിട്ട് നമുക്ക് എന്താ വേണ്ടത്? ഫ്ലോർ സീറോയിലാണ് നമുക്ക് സ്റ്റെപ്പിൻ്റെ കളർ കൊടുക്കാനുള്ളത്. അപ്പോൾ ഫ്ലോർ സീറോയിൽ നമ്മൾ നേരെ മാച്ച് പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് കാണിക്കുന്നുണ്ടാവും. ഇത് കണ്ടോ, ഒരു ആരോമാർക്ക് പോകണുണ്ടല്ലേ, ബ്ലോക്ക് 1 ഫ്ലോർ 0 സ്റ്റെയർ 1 സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം നമ്മൾ ഡ്രോയിങ്ങിലേക്ക് അപ്ലൈ ചെയ്യുക. അതായത് ഇവിടെ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചോദിക്കുന്നത് എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഫ്ലോർ 0 സ്റ്റെയർ 1 സ്റ്റെപ്പ് എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ നിങ്ങൾ ഇവിടെ എല്ലാ കാണും അവിടെ ഇങ്ങനെയാണ് കൊടുക്കണം. കണ്ടോ, ഈ മുകളിൽ കയറി വരുന്നതൊക്കെ തന്നെയാണ്. ബ്ലോക്ക് 1 ഫ്ലോർ 0 സ്റ്റെയർ 1 സ്റ്റെപ്പ് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ സ്റ്റെപ്പിൻ്റെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ സ്റ്റെപ്പിൻ്റെ നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് സ്റ്റെപ്പിൻ്റെ ട്രെഡും റൈസൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ എത്ര വേണ്ടത്? 30 വേണം. ട്രെഡ് എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ ആണ്, 0.3 മീറ്റർ ആണ്. അപ്പോൾ ഹൈറ്റ് നമുക്കിവിടെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണും ഹൈറ്റ് എത്രയാണ് കൊടുത്തിട്ടുണ്ടാവുക. സെക്ഷനും നിങ്ങളത് കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കണം, എന്നാലേ പാസ്സാവുള്ളൂ. 15 കൊടുത്തിട്ടുള്ളത്. കണ്ടോ, 15 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 0.15 മീറ്ററാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ട്രെഡ് 30 സെൻറ്റിമീറ്ററും റൈസ് 15 സെൻറ്റിമീറ്ററാണ് കൊടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾ എന്താ പറയുക, നമ്മളെ ഹൈറ്റ് ഉണ്ടാവില്ല, ഫ്ലോർ ടു ഇതിൻ്റെ ഹൈറ്റ് 2.20 ആയിരിക്കണം കൊടുക്കേണ്ടത്. അതുപോലെ ലാൻഡിങ്ങിൻ്റെ വിഡ്ത്തും നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പാസ്സാവില്ല. അത് എത്ര ആയിരിക്കും? ഇവിടെയാണ് ലാൻഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെ നിന്ന് ഇതുവരെ, അതായത് 120 ആയിരിക്കണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഡ്രോയിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നമ്മളെ സ്റ്റെപ്പിൻ്റെ ഒരു കേസ് നമ്മളത് വരച്ച് കഴിഞ്ഞു. അടുത്ത നമുക്ക് വേണ്ടത് എന്താ? ലാൻഡിങ് വെക്കണം. ജനറൽ സ്റ്റെയർ 2 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സ്റ്റെയർ 1 ലാൻഡിങ് കാണുന്നുണ്ടല്ലോ, ഈ ഒരു സാധനമാണ് പോളിഗൺ നമ്മൾ അവിടെ വരച്ചിരിക്കണം ആദ്യം. എന്നിട്ട് നമ്മൾ ഫ്ലോർ 0 അതിൽ വന്നിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക. അതിൻ്റെ മാച്ച് പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം നമ്മളവിടെ വന്നിട്ട് ലാൻഡിങ് സെലക്ട് ചെയ്യണം. ലാൻഡിങ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ബ്ലോക്ക് 1 ഫ്ലോർ 0 സ്റ്റെയർ 1 ലാൻഡിങ്. അപ്പോൾ ഇത്രയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗ്രൗണ്ട് ഫ്ലോറത്തെ സെക്ഷൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലും വരേണ്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് വരിക ഡൗൺ. അപ്പോൾ ഇവിടെ വന്ന് സെലക്ട് ചെയ്ത ബ്ലോക്ക് 1 ഫ്ലോർ 1 സ്റ്റെയർ 1 സ്റ്റെപ്പ്. അപ്പോൾ അത് മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ജനറൽ സ്റ്റെയർ 1 സ്റ്റെപ്സിൽ പോയിട്ട് ബ്ലോക്ക് 1 പോയിട്ട് ഫ്ലോർ 1 സെലക്ട് ചെയ്ത് അതിൻ്റെ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, നമ്മൾ ഡ്രോയിങ്ങിൽ കൊണ്ടുവരിക. അതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഫ്ലോർ 1 സ്റ്റെയർ 1 സ്റ്റെപ്പ് നിന്ന് കാണിക്കും, ഫ്ലോർ 1 കേട്ടോ. അപ്പോൾ അത് മൊത്തം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ലാൻഡിങ് മാർക്ക് ചെയ്യണം. ലാൻഡിങ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സ്റ്റെയർ 1 ലാൻഡിങ്ങിൽ ഫ്ലോർ 1 പോകണം കേട്ടോ. ഫ്ലോർ 1 പോയിട്ട് അതിൻ്റെ മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, ഡ്രോയിങ്ങിൽ പോവാം, അതിന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് 1 ഫ്ലോർ 1 സ്റ്റെയർ 1 ലാൻഡിങ് ആയി. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലും ഫസ്റ്റ് ഫ്ലോറിലും സെലക്ട് ആയിട്ടുണ്ട്. സ്റ്റെപ്പും ആയി, ലാൻഡിങ്ങും ആയി. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ എന്താണ്? ഐറ്റം
ഹൈറ്റ് ഓഫ് സ്റ്റെയർ. അപ്പോൾ ഫ്ലോർ ഹൈറ്റ് അറ്റ് റെസ്പെക്റ്റീവ് സ്റ്റെയർ കേസസ്. അപ്പോൾ അത് നമ്മളിവിടെ വന്നു ഈ സാധനം ഉണ്ടല്ലോ ഫ്ലോർ ഹൈറ്റ് എം എന്ന് പറഞ്ഞിട്ട് കൊടുത്തുള്ള അത് നമ്മൾ കോപ്പി എടുത്തിട്ട് നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഹൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഡ്രോയിങ്ങിൻ്റെ പുറത്തിട്ടാൽ മതി ഫ്ലോർ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എത്ര ഹൈറ്റ് ഉണ്ടാവുക നമ്മൾ ടോട്ടൽ ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഹൈറ്റ് വരെ എന്നാണ് 3.10 ഹൈറ്റ് ആയിരിക്കും. മനസ്സിലായില്ല? അതായത് ഇവിടെ നിന്നുള്ള ഹൈറ്റ് ഈ റെഡ് ഹൈറ്റ് ഉണ്ടല്ലേ നമ്മൾ ഈ ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ അവിടെ മുതൽ റൂഫ് ലെവലിൻ്റെ ടോപ്പ് വരെയുള്ള ഇതിപ്പോൾ അതിൻ്റെ താഴെയാണ് അതിൻ്റെ ടോപ്പ് വരെയുള്ള ഹൈറ്റ് ആണ് അവിടെ അല്ല ഇതിൻ്റെ മുകളിൽ നിന്നാണ് എടുക്കേണ്ടത്. മാർക്ക് ചെയ്തിട്ടുണ്ട് 3.1 ആയിരിക്കും. അപ്പോൾ അതാണ് അവിടെ അതിൻ്റെ ഹൈറ്റ് കാണിക്കുന്നത്. ഓക്കെ.